എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൺമുഖൻ എം എസ്, മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചറാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് S3EE ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ലാബിലെ മെഷർമെൻറ്റ് ഓഫ് ഇമ്പിഡൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻഡക്റ്റീവ് കോയിൽ ആണ്. എയിം to measure the impedance and resistance of a coil and compute inductance, inductive reactance, power factor and power factor angle. ഒരു കോയിൽ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റഡ് കണ്ടക്ടർ ഒരു കോറിലോ ഒരു കോറില്ലാതെയോ വൗണ്ട് ചെയ്തെടുക്കുന്നതാണ്. ആ കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നതിനുള്ള പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഒപ്പോസിഷനെ ഇമ്പിഡൻസ് എന്നും, ഡയറക്റ്റ് കറണ്ട് DC ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഒപ്പോസിഷനെ റെസിസ്റ്റൻസ് എന്നും പറയുന്നു. ഇമ്പിഡൻസിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും യൂണിറ്റ് ഓം ആണ്. ഈ ഇമ്പിഡൻസും റെസിസ്റ്റൻസും ഉപയോഗിച്ച് ആ കോയിലിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റൻസും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ആ കോയിൽ AC സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന പവർ ഫാക്ടറും അതിൻ്റെ പവർ ഫാക്ടർ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കോയിലിലേക്ക് AC സപ്ലൈ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് Z=VAC/IAC ആയിരിക്കും. അതുപോലെ തന്നെ DC സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് R=VDC/IDC ആയിരിക്കും. ഇതിൽ നിന്നും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL=√Z² - R² എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL=2πfL ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് ഇൻഡക്റ്റൻസ് L=XL/2πf ഉപയോഗിച്ച് ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കാം. ഇൻഡക്റ്റൻസ് യൂണിറ്റ് ഹെൻറി ആണ്. ഒരു കോയിൽ അഥവാ ഇൻഡക്ടറിലൂടെ AC സപ്ലൈ ഫ്ലോ ചെയ്യുമ്പോൾ വോൾട്ടേജിനെ അപേക്ഷിച്ച് കറണ്ട് ലാഗ് ചെയ്യുന്നു. ആ ലാഗ് ചെയ്യുന്ന ആംഗിളിൻ്റെ കൊസൈനാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ പവർ ഫാക്ടർ 0 ആയിരിക്കും. അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പവർ ഫാക്ടർ cos φ റെസിസ്റ്റൻസ് ബൈ ഇമ്പിഡൻസ് ആണ്. ഇതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ പവർ ഫാക്ടർ ആംഗിൾ φ cos ഇൻവേഴ്സ് റെസിസ്റ്റൻസ് ബൈ ഇമ്പിഡൻസ് ആണ്. ഒരു കോയിലിൻ്റെ ഇമ്പിഡൻസ് മെഷർ ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറാണ് ഇവിടെ നമ്മൾ കോയിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് 0 to 270 വോൾട്ട് 5 ആമ്പിയർ ഓട്ടോ ട്രാൻസ്ഫോർമർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 0 to 250 വോൾട്ട് മൂവിങ് അയൺ വോൾട്ട് മീറ്ററാണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് മെഷർ ചെയ്യാൻ 0 to 2 ആമ്പിയർ മൂവിങ് അയൺ അമ്മീറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ AC സപ്ലൈ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ ട്രാൻസ്ഫോർമർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. 12 വോൾട്ട് DC വേരിയബിൾ പവർ സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 0 to 15 വോൾട്ട് മൂവിങ് കോയിൽ വോൾട്ട് മീറ്റർ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. 0 to 2 ആമ്പിയർ മൂവിങ് കോയിൽ അമ്മീറ്ററാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഇമ്പിഡൻസ് മെഷർ ചെയ്യുന്നതിനുള്ള സർക്യൂട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രൈമറി വൈൻഡിങ് 230 വോൾട്ട് സപ്ലൈയുടെ ആണ്. സർക്യൂട്ട് അനുസരിച്ച് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാക്കി സ്വിച്ച് ഓൺ ചെയ്യുക. ഗ്രാജുവലായി ഓട്ടോ ട്രാൻസ്ഫോർമർ വേരി ചെയ്ത് നമ്മൾ റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നു. 230 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കറണ്ട് 0.61 ആമ്പിയർ ലഭിച്ചിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാക്കി സ്വിച്ച് ഓഫ് ചെയ്യാം. ട്രാൻസ്ഫോർമർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു DC 30 വോൾട്ട് 2 ആമ്പിയർ പവർ സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കൺട്രോൾസ് എല്ലാം മിനിമത്തിലാക്കിയിട്ട് നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുക. ഗ്രാജുവലി കൺട്രോൾ വേരി ചെയ്ത് സപ്ലൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. 1 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ആമ്പിയർ റീഡിങ് ലഭിച്ചിട്ടുണ്ട്. പവർ സപ്ലൈയുടെ കൺട്രോൾ റെഡ്യൂസ് ചെയ്ത് സപ്ലൈ ഓഫ് ചെയ്യുക. നമ്മുടെ ഒബ്സർവേഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. 230 വോൾട്ട് AC അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.61 ആമ്പിയർ കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇമ്പിഡൻസ് VAC/IAC = 377 ohms കിട്ടി.
1 വോൾട്ട് DC സപ്ലൈ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 2 ആംപിയർ ആണ് ലഭിച്ചത്. അതുകൊണ്ട് കോയിലിൻ്റെ റെസിസ്റ്റൻസ് R VDC/IDC 0.5 ഓംസും കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL √Z² - R² നമുക്ക് ലഭിച്ച 377² - 0.5² റൂട്ട് കണ്ടു കഴിയുമ്പോൾ 376.99 ഓംസ് കിട്ടും. കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ XL/2πf എന്നുള്ള ഇക്വേഷൻ മതി. നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി 50 Hz ആണ്. അതനുസരിച്ച് 376.99 / 2 × 3.14 × 50 ചെയ്യുമ്പോൾ നമുക്ക് 1.2 ഹെൻറി ഇൻഡക്റ്റൻസ് ലഭിക്കും. പവർ ഫാക്ടർ cos φ R/Z ആണെന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് 0.5 ആണ്. ഇമ്പിഡൻസ് 377 ഓംസ് ആണ്. പവർ ഫാക്ടർ നമുക്ക് 0.0013 ലഭിക്കും. പവർ ഫാക്ടർ ആംഗിൾ φ cos ഇൻവേഴ്സ് R/Z കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് 0.0013 89.9 ഡിഗ്രി നമുക്ക് ലഭിക്കും. ഒരു ഇൻഡക്റ്റീവ് കോയിലിൻ്റെ റെസിസ്റ്റൻസും ഇമ്പിഡൻസും കണ്ടുപിടിച്ച് അതിൽ നിന്നും ആ കോയിലിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റൻസ്, ആ കോയിൽ AC സപ്ലൈയിൽ കൊടുക്കുന്ന പവർ ഫാക്ടർ ആംഗിൾ എന്നിവ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വർക്കിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.